ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉള്ളിമുളക് പുളിക്കറിയാണ് ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഒരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂണോളം കടുകും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർക്കാം. ഇതൊക്കെ ഒന്ന് പൊട്ടി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോഴത്തേക്കും ഞാനൊരു 10-15ഓളം കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടൊന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളകും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് എടുക്കുമ്പോഴത്തേക്കും നിങ്ങളൊരു ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കണം. കാരണം ഇതിൻ്റെ ആ കറിയൊക്കെ ഈ പച്ചമുളക് നല്ല രീതിയിലൊന്ന് പിടിച്ച് കിട്ടാനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. പച്ചമുളക് ചേർത്തൊരു 2 സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം കായവും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. കായം ഒന്ന് ചേർത്ത് അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഓപ്ഷനിലാണേ. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഒരു മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഇതിൻ്റെയൊക്കെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. അതവിടെ കിടക്കട്ടെ ലോ ഫ്ലെയിമിൽ. ഞാൻ ഇവിടെ കുറച്ച് പച്ചരി എടുത്തിട്ടുണ്ട്. എന്നെ 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടെ ഒന്ന് കഴുകിയതിന് ശേഷം ഈ വെള്ളം ഇതുപോലെ നന്നായിട്ടൊന്ന് ഞെരടിയിട്ട് വേണമെന്ന് കഴുകാനായിട്ട്. ഈ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ അതിനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഈ വെള്ളം. ഇനി നമുക്കതിനെ നമ്മൾ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈ ഒരു ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് തിളച്ച് നല്ല തിള വരണേ. ഈ ഒരു കറിക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. നല്ല തിളച്ച് നല്ല ഇതായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് കുറച്ച് ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പൊന്ന് ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ നെല്ലിക്ക വലുപ്പത്തിൽ ഒരു പുളി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഞെരടി പിഴിഞ്ഞെടുക്കാം. നന്നായിട്ട് നല്ല രീതിക്കൊന്ന് ഞെരടി പിഴിഞ്ഞെടുക്കണം. ഇനി നമുക്കിതിനെയും കൂടെ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയ കറിയിലോട്ട് ഒന്ന് ഒഴിച്ചാൽ ഇപ്പം നല്ല തിള വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളക്കട്ടെ. നല്ല ഈ കറി എന്ന് പറയുമ്പോൾ നല്ല ഒന്ന് തിളച്ച് നല്ല ഈ ഒരു ജ്യൂസ് മൊത്തം ഈ ഒരു നമ്മുടെ ഈ മുളകിൽ പിടിച്ച് നല്ല ഇതായിട്ട് കിട്ടണം. നമ്മളൊരു മുളകെടുത്ത് കഴിക്കുമ്പോൾ തന്നെ ഈ ഒരു ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഫുള്ള് നമുക്ക് ആ മുളകിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇനി ഞാൻ ഇതിലോട്ട് എൻ്റെ കയ്യിൽ കുറച്ച് ശർക്കര ഉരുക്കിയതാണ് ഇരുന്നത്. അതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂണോളം ശർക്കര ഉരുക്കിയതും കൂടെ ഈ ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ ശർക്കര ഉരുക്കിയതില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല. ശർക്കര ഒരു ചെറിയൊരു പീസ് ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഒന്ന് ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി ഒന്ന് ഇതാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം വീണ്ടും നന്നായിട്ടൊന്ന് തിളച്ച് നല്ല രീതിക്കൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്കൊരു കുറച്ച് നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് കറി നല്ല രീതിയിൽ ഈ ഒരു രീതിയിൽ കിട്ടും. കുറച്ചൊന്ന് കുറുകി ഈ ഒരു പരുവത്തിനൊക്കെ കിട്ടും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് കുറുകി എടുക്കാം. അതെ, അപ്പം എനിക്ക് ഒരു സെമി ഗ്രേവി വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇത്രയും ആക്കിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോഴും തന്നെ നമ്മൾ ആ ഒരു മുളക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല രീതിയിൽ ഇതിലൊക്കെ ജ്യൂസ് പിടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഉപ്പും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. ബൈ.